ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. 2025 അതായത് ഈ വർഷം നമ്മുടെ കൈലാസയാത്ര കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കോവിഡിന് ശേഷം കൈലാസയാത്ര ചൈന നിരോധിച്ചിരിക്കുകയായിരുന്നു. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഇന്ത്യ ചൈന ബന്ധങ്ങളിലെ ചില അസ്വാരസ്യങ്ങളൊക്കെയായിരുന്നു. അതുകൊണ്ട് ഈ വർഷം അത് ഓപ്പൺ ആക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത തിബറ്റിൽ നിന്ന്, തിബറ്റ്, നേപ്പാൾ ഇവിടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഏജൻറ്റ് ഈ പ്രാവശ്യം നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ കൈലാസയാത്ര ജൂലൈ മാസം നമ്മൾ 5-ാം തീയതി മുതൽ 18-ാം തീയതി വരെ, ജൂലൈ 5-ാം തീയതി കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെടുന്നു, 18-ാം തീയതി തിരിച്ച് കാഠ്മണ്ഡുവിലെത്തുന്നു. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് 5-ാം തീയതി പുറപ്പെട്ട് 18-ാം തീയതി തിരിച്ച് കേരളത്തിലെത്താം. ഇത് ഡേറ്റിൽ ചിലപ്പോൾ ചെറിയ അങ്ങോട്ടേക്കോ എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും ഫുൾ മൂണിന് കണക്കായിട്ടുള്ളൊരു യാത്രയാണ് ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ജൂലൈ 5-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ്. നമ്മുടെ കഴിഞ്ഞ 18 വർഷം 18 ബാച്ചിനെ നമ്മൾ 18 പ്രാവശ്യമായിട്ട് കൈലാസത്തിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എത്രയോ ആളുകളെ കൈലാസം കാണിച്ചു കൊടുക്കാനുള്ള, അവർക്കൊപ്പം യാത്ര ചെയ്യാനുള്ള അവസരം ജഗദീശ്വരൻ കൈലാസനാഥൻ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. ഈ പ്രാവശ്യവും നമ്മൾ 19-ാമത്തെ യാത്രയാണ് ഈ പ്രാവശ്യം നടത്താൻ പോകുന്നത്. അത് ജൂലൈ മാസം 1, 5-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ഒന്ന്. മറ്റൊന്ന്, ആദ്യമായിട്ട് നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുന്നു. ആദി കൈലാസം വഴി കൈലാസം. അത് ആദി കൈലാസം പോവാറുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അത് ആദി കൈലാസ യാത്ര സെപ്റ്റംബർ മാസത്തിലാണ്. ഈ വർഷം തന്നെ സെപ്റ്റംബർ മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ആദി കൈലാസ യാത്ര. അത് കഴിഞ്ഞാൽ ആദി കൈലാസ യാത്ര കഴിഞ്ഞ്, അതായത് ഓം പർവ്വതം, ആദി കൈലാസം ഒക്കെ ആ ഭാഗമാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ്. അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്താണ്. നമുക്ക് പാസ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ കൈലാസത്തിലേക്ക് പാസ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ആദി കൈലാസം നമ്മൾ ഈ ബോർഡർ, നേപ്പാളുമായിട്ടുള്ള ബോർഡർ ഷെയർ ചെയ്തുകൊണ്ടാണ് ആദി കൈലാസ യാത്ര നടത്തുന്നത്. അത് സെപ്റ്റംബർ 17 മുതൽ 23 വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്തുകൊണ്ട് നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് പ്രവേശിച്ച് അങ്ങനെ ഒരു കൈലാസയാത്ര കൂടെ ഉണ്ട്. അപ്പോൾ ഈ 2 യാത്രയിലും ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. 24 മുതൽ ഒക്ടോബർ 7-ാം തീയതി വരെയാണ് കൈലാസയാത്ര നടക്കുക. അതായത് ആദി കൈലാസയാത്രയ്ക്കൊപ്പമുള്ള, ആദി കൈലാസയാത്ര മാത്രമായിട്ടും വേണമെങ്കിൽ പങ്കെടുക്കാം. അതല്ല, ഈ കൈലാസത്തിലേക്ക് മാത്രമായിട്ട് സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 7-ാം തീയതി വരെയുള്ള യാത്രയിലും പങ്കെടുക്കാം. അത് രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ, അല്ലാതെയും. ഒരുമിച്ച് എന്നുള്ളത് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ ആദ്യത്തെ രണ്ടും ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഇതിനെ ചേർത്തുകൊണ്ട് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് പേര് അത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പ് തീർച്ചയായിട്ടും ഈ ഒരു യാത്രയിൽ വരണം, നിങ്ങൾക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം. ഇതിൽ താല്പര്യമുള്ളവർക്ക്, ഇപ്പോൾ കൈലാസയാത്രയ്ക്ക് എത്ര പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന്, ഇത് തിബറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ചൈനയുടെ അണ്ടറിലാണ്. അപ്പോൾ പ്രത്യേകം വിസ വേണം. ചൈന വിസ കൊണ്ട് കൈലാസയാത്ര നടക്കില്ല. ഇതിനൊരു പ്രത്യേകം ഗ്രൂപ്പ് വിസയാണ്. പെർമിറ്റ് എന്ന് പറയുന്ന മറ്റൊരു വിസ ഉണ്ട്, വാഹനങ്ങൾക്ക് കിട്ടുന്ന, നമ്മുടെ കൂടെ വരുന്ന ആളുകളുടെ. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ 19-ാമത്തെ യാത്രയാണ്. ഈ യാത്രയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെ ഒരു മെഡിക്കൽ ടീം ഉണ്ടാവും, പിന്നെ നമ്മുടെ ഫുഡ് ഉണ്ടാവും, നമ്മുടെ കഞ്ഞിയും പയറും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത്രയും കാലത്തത് കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് വന്ന്
പല കാര്യങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പം ഏറെക്കുറെ നമുക്ക് അനായാസേന പോയി വരാവുന്ന ഒന്നാണ് കൈലാസയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വേണ്ടത് നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വേണം. ഇന്ത്യക്കാർക്കല്ലാത്തവർക്കും വരാം, ആർക്കായാലും പാസ്പോർട്ട് ആവശ്യമുണ്ട്. 6 മാസത്തെ വാലിഡിറ്റി ഉള്ള റിന്യൂവൽ ഡേറ്റിന് 6 മാസം വാലിഡിറ്റി ഉള്ളതായിരിക്കണം പാസ്പോർട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചെലവിനെ കുറിച്ചാണ് ആളുകൾക്ക് അറിയാനുണ്ടാവുന്ന ഒരു താല്പര്യം. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു 2 ലക്ഷം രൂപ ചിലവ് വരുന്നതാണ്. അതിൽ കുറച്ച് കൂടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. കാരണം ഡോളറിൻ്റെ പ്രൈസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ ഉണ്ട്. അതിനനുസൃതമായിട്ടായിരിക്കും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, കൈലാസ യാത്രയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ആദ്യം നമുക്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ 9446033331 എന്നുള്ള നമ്പറിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഈ നമ്പർ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് വാട്സാപ്പ് ചെയ്യാം. വാട്സാപ്പ് വഴി നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യം തന്നെ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു അങ്ങനെ ഒരു ഗ്രൂപ്പിനെയാണ് ഇതിൽ കൊണ്ടുപോവുക. അപ്പോൾ അതിന് 10,000 നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളതിൻ്റെ വഴിയെ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം ഇത് തയ്യാറാവുക എന്നുള്ളതാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ബാക്കി നമ്മളും ഉണ്ടാവും ഇതിൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ ടിപ്സൊക്കെ നിങ്ങൾക്ക് തരും. എങ്ങനെയാണ് ഇത് അത്ര ഭീകരമായിട്ടിങ്ങനെ പേടിപ്പിക്കുന്ന പരിപാടികളൊക്കെ പലരും ചെയ്യാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ 82 കഴിഞ്ഞ 18ാമത്തെ യാത്രയിൽ 82 വയസ്സുള്ള ഒരു ലേഡി നമ്മുടെ കൂടെ അവർ യാത്ര ചെയ്തിട്ടുള്ള. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് ചിലർക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്നതൊക്കെ അത് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഗ്രൂപ്പിൽ തന്നെ അത് മനസ്സിലാവും ആർക്കാണത് ബുദ്ധിമുട്ടാവുന്നത്, ആർക്ക് അനായാസേന സാധിക്കും. അത് പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വലിയ മസിൽ പവറൊന്നുമല്ല അവിടെ പ്രധാനമായിട്ടുള്ളത്. അതിനപ്പുറത്ത് നമ്മളൊരു പ്രത്യേക ഐക്യപ്പെടലുണ്ട്. ഈ ഭൂപ്രദേശവും നമ്മുടെ BMI ബോഡി മൈൻഡ് ഇൻ്റലക്റ്റ് അതൊന്ന് സ്ട്രീം ലൈൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെ നിങ്ങൾ അതുപോലെ നന്നായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അനായാസേന നമുക്ക് പോവാം. നമ്മളും ഉണ്ടാവുന്നതാണ് കൂടെ. അപ്പോൾ നമുക്ക് തന്നെ അത് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും പോയി നമുക്ക് നന്നായിട്ട് വരാനും സാധിക്കും. കൈലാസം പലരുടെയും ഒരു സ്വപ്നമാണ്. കാരണം നമ്മുടെ സംബന്ധിച്ച് സംസ്കാരത്തിൽ ത്രിമൂർത്തികളിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നുള്ളത്, ബ്രഹ്മാവിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മലോകമാണ്. അത് അവിടേക്ക് ഈ സ്ഥൂല ശരീരം കൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ വിഷ്ണുവിൻ്റെ വൈകുണ്ഠം, അതും സ്ഥൂല ശരീരം കൊണ്ട് സാധ്യമല്ല. സ്ഥൂല ശരീരം കൊണ്ടുള്ള സാധ്യമായിട്ടുള്ള ഒരേ ഒരു ഇടമാണ് മഹേശ്വരൻ്റെ കൈലാസം, മഹാദേവൻ്റെ കൈലാസം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും കൈലാസവും മാനസരോവരും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും സഹർഷം ഈ കൈലാസ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 9446033331 വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അയച്ചു തരാൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം.